ഇനി മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യവും. സംസ്ഥാനത്തിന്റെ പുതിയ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? CPM പോളിറ്റ് ബ്യൂറോ തീരുമാനം ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഇന്നും PBയിൽ ചർച്ചയുണ്ട്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് പോളിറ്റ് ബ്യൂറോ അനുമതി നൽകുമെന്നാണ് സൂചന. കാരണം അതല്ലെങ്കിൽ പിന്നെ KN ബാലഗോപാലിനാണ് സാധ്യത. എന്നാൽ ഇപ്പോൾ ട്രഷറി ബെഞ്ചുകൾ ഇത്രയും കരുത്തന്മാരുള്ള സാഹചര്യത്തിൽ KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവായി കരുത്ത് തെളിയിക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട്. മാത്രമല്ല പിണറായി വിജയന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവരെ ചെറുതായിട്ടൊന്ന് അടക്കാൻ കഴിയും എന്നുകൂടി CPM കണക്കുകൂട്ടുന്നു. മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരാഴ്ചയായി സസ്പെൻസ് തുടരുന്നതിന് സമാനമായി തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നാൽ ആ ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അത് എടുക്കേണ്ടത് CPMന്റെ പോളിറ്റ് ബ്യൂറോയാണ്. കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണമെന്നൊരു ആവശ്യം ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആവശ്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പോളിറ്റ് ബ്യൂറോ ആണ്. കാരണം പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, ആ ഘടകത്തിലെ അംഗമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രായപരിധി 75 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. ഈ പ്രായപരിധി നേരത്തെ പാർട്ടി നിശ്ചയിച്ചതാണ് പദവികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി. അത്തരത്തിൽ ഒരു ഇളവ് നൽകണമെങ്കിലും അത് പാർട്ടി നേതൃത്വം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവലോകന റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന ഘടകം മുന്നോട്ട് വച്ചിരുന്നു. അതിലുള്ള ചർച്ചകൾ തുടരുകയാണ്. അതിനുശേഷം ഈ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം ഭരണപക്ഷ നിരയിൽ പ്രമുഖരുണ്ട്, വലിയ സംഖ്യയുണ്ട്, 100-ന് മുകളിൽ സീറ്റുകളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ വേണം എന്നൊരു നിലപാടാണ് പാർട്ടിക്കുള്ളത്. കഴിഞ്ഞ 10 വർഷവും ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കട്ടെ എന്നും അത് 2011-ൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് സമാനമായ നീക്കമാകുമെന്ന വിലയിരുത്തലാണ് ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനം ഇന്നുണ്ടാകും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ, ആത്മവിമർശനപരമായ വിലയിരുത്തലുകളും ഉണ്ടാകും. അതിലുള്ള ചർച്ചകൾ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും എന്നാൽ വിശദമായ ചർച്ചകൾ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനുശേഷം സംസ്ഥാന സമിതിയും ചേർന്ന് ബ്രാഞ്ച് തലങ്ങളിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കി ഈ മാസം 22-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മാത്രമായിരിക്കും വിശദമായ ചർച്ചകൾ ഉണ്ടാവുക.